ശ്രീ റെജിൻ എസ് ഉണ്ണിത്താൻ, ഇന്നിപ്പോൾ കോടതിയിൽ നടന്നിരിക്കുന്ന ചില സംഭവങ്ങൾ, അതായത് ഇന്നിപ്പോൾ ഈ അധ്യാപകൻ കോടതിയിൽ പറഞ്ഞിരിക്കുന്ന ചില കാര്യങ്ങൾ, സബ്മിറ്റ് ചെയ്തിരിക്കുന്ന ചില തെളിവുകളാണ്. ഒന്ന്, ഈ ചോദ്യപേപ്പറുമായി ബന്ധപ്പെട്ട് ഇത്തരം ഒരു ചോദ്യം ഇടുന്ന വേളയിൽ AEOയ്ക്ക് നേരത്തെ ഇതുമായി ബന്ധപ്പെട്ടുള്ള പകർപ്പ്, ഇമെയിൽ വഴിയുള്ള പകർപ്പ് നൽകിയിരുന്നു. അതിൻ്റെ ഇമെയിലിൻ്റെ കോപ്പി ഉൾപ്പെടെ ഇന്നിപ്പോൾ സമർപ്പിച്ചിട്ടുണ്ട്. അപ്പോൾ കോടതി തന്നെ ചോദിക്കുന്നുണ്ട്, അങ്ങനെയാണെങ്കിൽ എന്തുകൊണ്ടാണ് ഈ അധ്യാപകന് എതിരെ മാത്രം നടപടി? കാരണം വിദ്യാഭ്യാസ വകുപ്പിലെ ഉന്നതർക്ക് ഈ ചോദ്യപേപ്പർ, ഈ ക്വസ്റ്റ്യൻ നേരത്തെ കാണിച്ചതിന് ശേഷമാണ് പിന്നീട് കുഞ്ഞുങ്ങളിലേക്ക് ക്വിസ് കോമ്പറ്റീഷൻ്റെ ഭാഗമായിട്ട് ഈ ക്വസ്റ്റ്യൻ പുട്ട് ചെയ്തിരിക്കുന്നത്. അപ്പോൾ എന്തിനാണ് ഈ അധ്യാപകനെതിരെ മാത്രം നടപടി? ഇതൊരു പ്രതികാര നടപടിയല്ലേ? ഇതൊരു രാഷ്ട്രീയ ഉദ്ദേശത്തോടു കൂടിയുള്ളൊരു നടപടിയല്ലേ എന്ന നിരീക്ഷണത്തിൻ്റെ അടിസ്ഥാനത്തിലാണല്ലോ ഇപ്പോൾ 1 മാസത്തേക്ക് ഈ സ്റ്റേ മാറ്റിയിരിക്കുന്നത്. നോക്കൂ ഗൗതം, എനിക്ക് ഇവിടെ കുറച്ച് കാര്യങ്ങൾ കൂടുതലായി പറയേണ്ട ഒരു ആവശ്യകതയുണ്ട് എന്നുള്ളതാണ്. ഇപ്പോ ഇവിടെ വെമ്പായം നസീർ ഇതുമായി ബന്ധപ്പെട്ട് കോൺഗ്രസ് എടുത്ത സ്റ്റാൻഡിനെ പറ്റിയൊക്കെ പറഞ്ഞു. വെമ്പായം നസീറിനോട് പറയാനുള്ളത്, ഈ പറയുന്ന അധ്യാപകനെ സസ്പെൻഡ് ചെയ്ത പാർട്ടിയുടെ പേര് UDF ഗവൺമെന്റ് ആണ്. കോൺഗ്രസ് നേതൃത്വം കൊടുക്കുന്ന UDF ഗവൺമെന്റ് ആണ് ഇന്ന് കേരളത്തിൽ ഈ പറയുന്ന അധ്യാപകനെ സസ്പെൻഡ് ചെയ്തത് എന്നുള്ളതാണ്. അതുമായി ബന്ധപ്പെട്ട വിധിയുമായി ബന്ധപ്പെട്ടുള്ള ചർച്ചയാണ് നമ്മൾ നടക്കുന്നത് എന്നുള്ളതാണ്. അദ്ദേഹം അത് തിരസ്കരിച്ചുകൊണ്ട് എന്തോ പറയുന്നുണ്ട്. സാർ, ഞങ്ങള് BJPയുമായിട്ട് അഡ്ജസ്റ്റ്മെന്റ് രാഷ്ട്രീയം നടത്തിയിട്ടില്ല. ഏറെ വൈകാരികമായ തൃശൂർ പൂരം കലക്കുവാൻ വേണ്ടി ഈ MR അജിത് കുമാറിനെ ഉൾപ്പെടെയുള്ളവരെ മുൻനിർത്തിക്കൊണ്ട് അവിടുത്തെ മഠത്തിൽ വരെ ഉൾപ്പെടെയുള്ള ഭക്ത സമൂഹത്തിനെ മുഴുവൻ വെല്ലുവിളിച്ചുകൊണ്ട് കഴിഞ്ഞ തൃശൂർ പൂരം കലക്കിയത് ആരാണ്? എന്ത് ആവശ്യകതയുടെ പേരിലായിരുന്നു? ഇന്ന് അതുമായി ബന്ധപ്പെട്ട ED അന്വേഷണം ഇന്നും നടക്കുന്നുണ്ട്. കരിമൾ കർത്തയുടെ വെളിപ്പെടുത്തൽ ഉണ്ടായതിന്റെ ഫലമായിട്ടല്ലേ നിങ്ങൾ അന്ന് ഈ പറയുന്ന, നിങ്ങൾക്ക് രക്ഷപ്പെടാൻ വേണ്ടി നിങ്ങളുടെ പഴയ മുഖ്യമന്ത്രിയുടെ നേതൃത്വത്തിൽ ഈ MR അജിത് കുമാറിനെ ഉപയോഗിച്ചുകൊണ്ട് അന്ന് തൃശൂർ പൂരം കലക്കിയത്? വൈകാരികമായി തന്നെ പറയാണ്, നമ്മുടെ സംസ്കാരിക കേരളത്തിൽ നിന്നുകൊണ്ടാണല്ലോ നാം സംസാരിക്കുന്നത്. അങ്ങനെയുള്ള തൃശൂർ പൂരം കലക്കാൻ പോലും അഡ്ജസ്റ്റ്മെന്റ് രാഷ്ട്രീയം നടത്തിയ ആളുകളാണ്. അല്ലെങ്കിൽ നിങ്ങൾക്ക് വല്ല തെളിവും വേണമെങ്കിൽ നിങ്ങൾ CPIയുടെ, നിങ്ങളുടെ ഘടകകക്ഷിയായ CPIയുടെ സുനിൽകുമാറിനോടോ അല്ലെങ്കിൽ പഴയ രാജൻ മന്ത്രിയോടോ ചോദിച്ചാൽ മതി. അവർ വിളിച്ചുകൊണ്ട് പോലും ഫോൺ എടുക്കാത്ത MR അജിത് കുമാറിനെ പറ്റി അവർ വിവരിച്ചു തരും. മനസ്സിലായല്ലേ? അതുകൊണ്ട് കോൺഗ്രസിന്റെ മണ്ടയ്ക്കായിട്ട് അഡ്ജസ്റ്റ്മെന്റ് രാഷ്ട്രീയം പറഞ്ഞുകൊണ്ട് വരരുത്. അല്ലെങ്കിൽ ഈ പറയുന്ന ഇങ്ങനെയൊക്കെ ചോദ്യപേപ്പർ തയ്യാറാക്കിയവരെ സസ്പെൻഡ് ചെയ്തതുമായി ബന്ധപ്പെട്ട് കോടതിയിൽ സർക്കാരിന്റെ വക്കീൽ മിണ്ടിയില്ല എന്നൊക്കെ പറഞ്ഞുള്ള അബദ്ധ കാരണങ്ങൾ പറഞ്ഞ് ജനങ്ങളെ മോശക്കാരാക്കി പോകരുത്. ജനങ്ങളെല്ലാവരും അരിയാഹാരം കഴിക്കുന്നവരാണ്, എല്ലാം മനസ്സിലാക്കുന്നവരാണ് എന്നുള്ളതാണ്. പിന്നെ ഇവിടെ ശ്യാംരാജ് ജവഹർലാൽ നെഹ്റുവിനെ പറ്റിയൊക്കെ പറയുന്നുണ്ട്. 9 വർഷമാണ് സാർ ജവഹർലാൽ നെഹ്റു ജയിലിൽ കിടന്നിട്ടുള്ളത്. പലപ്പോഴായിട്ട് അന്വേഷിച്ചാൽ മതി, അറിയാം. അതോടെങ്കിൽ ഞങ്ങൾ ഈ പറയുന്ന രീതിയിലേക്ക് ഞങ്ങൾ ജയിലിൽ കിടന്ന് മാപ്പപേക്ഷ എഴുതി കൊടുക്കുന്ന പാർട്ടിയല്ല കോൺഗ്രസ് പാർട്ടി. അതുമായി ബന്ധപ്പെട്ട് നിന്ന പാർട്ടിയുമല്ല. ഈ പറയുന്ന ബ്രിട്ടീഷുകാർ ഈ നാടിനെ ഇല്ലാതാക്കി പോയപ്പോൾ മുട്ടുസൂചി പോലും ഉത്പാദിപ്പിക്കാൻ ശേഷിയില്ലാത്ത ഈ രാജ്യത്ത് ഇന്ന് കാണുന്ന എല്ലാ സൗഭാഗ്യങ്ങളും നേടിത്തന്ന പാർട്ടിയുടെ പേര് കോൺഗ്രസ് പാർട്ടി എന്നാ. ആദ്യത്തെ പ്രധാനമന്ത്രിയുടെ പേര് ജവഹർലാൽ നെഹ്റു എന്നാ. അപ്പോ ആക്ഷേപിക്കുമ്പോൾ കുറച്ച് ചരിത്രം കൂടെ പഠിച്ചിട്ട് വന്നിട്ട് വേണം ആക്ഷേപിക്കാൻ. കാരണം ഇന്ന് നരേന്ദ്രമോദി കഴിഞ്ഞ വർഷങ്ങളിലെല്ലാം ഭരിക്കുന്നത് പെട്ടെന്ന് എവിടുന്നോ കൊണ്ടുവന്ന ഒരു രാജ്യത്തല്ല ഭരിക്കുന്നത്. നമ്മൾ ഇന്നിരിക്കുന്ന ബാങ്കിങ് സമ്പ്രദായമായാലും, നമ്മളിരിക്കുന്ന ടെലിവിഷൻ സംവിധാനങ്ങളായാലും, നമ്മൾ ഈ ഉപയോഗിക്കുന്ന മൊബൈൽ സംവിധാനങ്ങളായാലും, നമ്മുടെ ഈ നാട്ടിൽ വന്നിട്ടുള്ള വിപ്ലവങ്ങളായാലും, ഈ പറയുന്ന ഹരിത വിപ്ലവങ്ങളായാലും, ഈ പറയുന്ന നമ്മുടെ നാട്ടിൽ നിന്ന് പോകുന്ന ഉപകരണങ്ങളുടെ കാര്യങ്ങളായാലും, ഇതെല്ലാം നമ്മുടെ സൈനിക ശേഷി ആയാൽ പോലും അതെല്ലാം കൊണ്ടുവന്ന ഗവൺമെന്റിന്റെ പേര് കോൺഗ്രസ് ഗവൺമെന്റ് എന്നാ. ജവഹർലാൽ നെഹ്റു നേതൃത്വം കൊടുത്ത കോൺഗ്രസ് ഗവൺമെന്റ് എന്നാ. അപ്പോ കാര്യങ്ങൾ പറയുമ്പോൾ, ആക്ഷേപിക്കുമ്പോൾ അങ്ങനെയുള്ളവരെ ആക്ഷേപിച്ചു പോകുന്നത് ശരിയല്ല എന്ന് ഞാൻ BJPയുടെ വക്താവിനോട് പറയുകയാണ്. പിന്നെ ഗൗതം പറയുന്നത്, എനിക്ക് മറുപടി തന്നെ അല്ലെങ്കിലും വെമ്പായ നസീറിന് മറുപടി കൊടുക്കുന്നുണ്ട്. എന്താ രാജ്യം വിഭജിക്കാൻ വേണ്ടി കോൺഗ്രസ് എന്തോ ചെയ്തെന്ന്. സിദ്ധയിലും വടക്ക് പടിഞ്ഞാറൻ പ്രാവിശ്യയിലും ഒക്കെ നിങ്ങളും അഖിലേന്ത്യാ, നിങ്ങളെന്ന് പറയത്തില്ല, ഹിന്ദു മഹാസഭയും അഖിലേന്ത്യാ മുസ്ലിം ലീഗ്, നിങ്ങളിപ്പം ഇന്ത്യൻ മുസ്ലിം ലീഗ് അല്ല, ഇന്ത്യയിലുള്ള മുസ്ലിം ലീഗിനെ പറ്റിയല്ല പറയുന്നത്. അഖിലേന്ത്യാ മുസ്ലിം ലീഗ്. ഞാൻ സംസാരിച്ചുകൊണ്ടിരിക്കുമ്പോൾ താങ്കൾക്ക് ഇടപെടേണ്ട കാര്യമില്ല. കാരണം താങ്കൾ ചോദ്യം ചോദിക്കാം, താങ്കൾക്ക് എന്തെങ്കിലും സംശയമുണ്ടെങ്കിൽ ചോദിക്കാം, ചോദ്യം ചോദിക്കാൻ പറയാം. അല്ലെങ്കിൽ ഞാൻ പറയുന്നതിന് ഇടയ്ക്ക് കയറി ഇടപെട്ട് അങ്ങനെ മിടുക്കനാവാൻ നോക്കണ്ട. അങ്ങനല്ല, തെറ്റായ കാര്യങ്ങൾ പറഞ്ഞ ഇടപെടും. അല്ലല്ല, താങ്കൾ പറഞ്ഞു, പക്ഷെ അങ്ങനെ ഇടപെടേണ്ട. ഏത് ചോദ്യമൊക്കെ ആണെങ്കിൽ ആൻസർ തന്നിട്ട് ഇവിടെ പോകുന്നുള്ളൂ. അല്ല, ഞാൻ ചോദിച്ചതിന് താങ്കൾ ആൻസർ ചെയ്തവരെ തന്നില്ല. താങ്കൾ നെഹ്റുവിനെ വാഴ്ത്തിപ്പാടുമായിരുന്നു. താങ്കൾ രാജ്യം ഉപയോഗിച്ച നെഹ്റുവിന്റെ വാഴ്ത്തുപാട്ടിലാണ് ഇവിടെ നടത്തിയത്. ജനങ്ങളുണ്ടല്ലോ അവരെ അവഹസിക്കുന്ന രീതിയിലേക്ക് പോകരുത്. ആങ്കർ എന്ന രീതിയിൽ അല്ലല്ല, അതെനിക്കറിയാം, എനിക്ക് നന്നായിട്ട് അറിയാം.
അഖിലേന്ത്യാ മുസ്ലിം ലീഗുമായി സന്ധി നിങ്ങളാണ് ഈ പറയുന്ന ഈ സവർക്കർ, നമ്മൾ ഇന്ന് ചർച്ച ചെയ്യുന്ന സവർക്കറിന്റെ അന്നത്തെ ഈ പറയുന്ന സവർക്കറുമായി ബന്ധപ്പെട്ട സംഘടനയാണ് അഖിലേന്ത്യാ മുസ്ലിം ലീഗുമായി ബന്ധപ്പെട്ട് സിദ്ധിയിലും വടക്ക് പടിഞ്ഞാറൻ പ്രാവശ്യയിലും സദ്യ ചേർന്നുകൊണ്ട് പഠനം നടത്തിക്കൊണ്ട് പോയത്. അവിടെയാണ് ഈ പറയുന്ന വിഭജനവുമായി ബന്ധപ്പെട്ട പ്രമേയം അവതരിപ്പിച്ചത്. നിങ്ങൾ ചരിത്രം പരിശോധിച്ച് നോക്ക്. 1941 സാമ്രാജ്യം പറഞ്ഞല്ലോ, ശ്യാമപ്രസാദ് മുഖർജി ബംഗാളിലെ ധനമന്ത്രിയായിരുന്നു അദ്ദേഹം. പറയട്ടോ സാർ, എന്താണ് അസ്വസ്ഥനാവുന്നത്? ശ്യാമപ്രസാദ് മുഖർജി എന്ന് പറയുന്നത് ബംഗാളിലെ ധനമന്ത്രിയായിരുന്നു. ആ ബംഗാളുമായി ബന്ധപ്പെട്ട് നിൽക്കുന്ന അദ്ദേഹം ഉൾപ്പെടുന്ന സ്ഥലത്താണ് ഈ പറയുന്ന വിഭജനവുമായി ബന്ധപ്പെട്ട പ്രമേയം അവതരിപ്പിച്ചത്. അതുകൊണ്ട് വിഭജനത്തിന്റെ കാര്യമൊന്നും പറഞ്ഞ് മിടുക്കനാക്കാൻ നോക്കണ്ട. അതിനകത്ത് നിങ്ങൾ അഖിലേന്ത്യാ മുസ്ലിം ലീഗുമായി എന്തൊക്കെ കൈകോർത്ത് നിന്നിട്ടുണ്ടോ എന്നുള്ളത്, നിങ്ങളല്ല സവർക്കറുടെ പാർട്ടി, നിങ്ങളത് ഞാൻ ആക്ഷേപിക്കുന്നില്ല, സവർക്കറിന്റെ പാർട്ടി. അപ്പൊ സവർക്കറിനെ മഹത്വവൽക്കരിക്കുമ്പോ, ജിന്നയെ മഹത്വവൽക്കുമ്പോ, അല്ല അങ്ങനെ മഹത്വവൽക്കരിക്കാൻ പോവുകയാണെങ്കിൽ ഇവര് തമ്മിലുള്ള ബന്ധങ്ങളൊക്കെ പറഞ്ഞു പോകേണ്ടി വരും. ഈ പറയുന്ന രീതിയിലേക്ക് ഞാൻ പറഞ്ഞല്ലോ, ഈ പറയുന്ന നമ്മുടെ സ്വാതന്ത്ര്യ സമരവുമായി ബന്ധപ്പെട്ട് സ്വാതന്ത്ര്യ സമരത്തിൽ നിന്ന് പങ്കെടുത്ത ഒരുപാട് ദേശാഭിമാനികൾ നമ്മുടെ മുന്നിലുണ്ട്. ഭഗത് സിംഗിനെ പോലെയുള്ള മാപ്പ് എഴുതി കൊടുക്കാൻ പലരും ആവശ്യപ്പെട്ടിട്ട് ഒരു മാപ്പ് പോലും എഴുതി കൊടുക്കാതെ കഴിവുമരത്തിന്റെ മുന്നിലേക്ക് പോയ ഭഗത് സിംഗിനെ പോലെയുള്ള ധീര ദേശാഭിമാനികളുള്ള രാജ്യമാണ് ഈ രാജ്യം. അങ്ങനെയുള്ള രാജ്യമാണ്. ഈ പറയുന്ന ത്രൈലോകനാഥിനെ പറഞ്ഞ് അദ്ദേഹവുമായി ബന്ധപ്പെട്ട് അദ്ദേഹം മാപ്പ് എഴുതി കൊടുക്കാൻ പറഞ്ഞിട്ട് കൊടുക്കാതെ ജയിൽവാസം അനുഭവിച്ച ആളാണ്. അങ്ങനെ കണ്ണീരിന്റെ അവരുടെ ചോരയുടെ ആ സ്വാതന്ത്ര്യത്തിനകത്ത് വന്നിട്ട് ഒരാളെ മാത്രം മഹത്വവൽക്കരിക്കുന്ന രീതിയിലേക്ക് ഞങ്ങൾക്ക് അറിയാവുന്നത് ഈ പറയുന്ന ചിത്രഗുപ്തൻ എന്ന് പറയുന്ന സ്വന്തമായി വീർ സവർക്കർ എഴുതിയ പുസ്തകത്തെ പറ്റിയാണ് ഞങ്ങൾക്ക് അറിയാവുന്നത്. ചിത്രഗുപ്തൻ ആരായിരുന്നു? വീർ സവർക്കറാണെന്ന് പിന്നെ പ്രസാദകർ പറഞ്ഞപ്പോൾ നമ്മളെല്ലാം കേട്ടതല്ലേ. സ്വന്തമായി വീർ സവർക്കർ ഉണ്ടാക്കിയ വീർ സവർക്കറിനെ പറ്റിയാണ് നിങ്ങൾ വീർ സവർക്കർ എന്ന് പറയുന്നെങ്കിൽ സവർക്കർ എന്ന് തന്നെ അതിശോഭനയാണ് ഞങ്ങൾക്ക് ഇഷ്ടം. ആ സവർക്കറിനെ പറ്റി പറയുകയാണെങ്കിൽ ഗാന്ധി വധക്കേസിലെ 7ാം പ്രതിയായിരുന്നു, അദ്ദേഹത്തെ വെറുതെ വിട്ടു എന്ന് നിങ്ങൾ പറയാം. അതുമായി ബന്ധപ്പെട്ട് ഗൂഢാലോചനയുമായി ബന്ധപ്പെട്ട് 7ാം പ്രതിയായ സവർക്കർ ഒരു സംശയം അങ്ങനെ ഗാന്ധിവാദത്തിലെ 7ാം പ്രതിയുടെ പേരിൽ എന്തിനാ ഇന്ദിരാഗാന്ധി സ്റ്റാമ്പ് ഇറക്കുന്നത്? എന്തിനാ? അല്ല, ഇതൊരു യുക്തി പ്രശ്നമുണ്ടല്ലോ ഇതിനകത്ത്. താങ്കൾ ഇപ്പൊ ഗാന്ധി വധത്തിലെ ഗൂഢാലോചന താങ്കൾ സവർക്കറുടെ മുകളിൽ ഇടുകയാണെങ്കിൽ ആ സവർക്കറിന് വേണ്ടി എന്തിനാണ് ഇന്ദിരാഗാന്ധി സ്റ്റാമ്പ് ഇറക്കിയത്? താങ്കൾ സിമ്പിൾ ചോദ്യം. മനസ്സിലായില്ലേ? പറഞ്ഞോളൂ. ഈ പറയുന്ന ഇന്ദിരാഗാന്ധിയുമായി ബന്ധപ്പെട്ട് രാഹുൽ ഗാന്ധിയുടെ മറുപടി പറഞ്ഞിട്ടുണ്ട്. അദ്ദേഹവുമായി ബന്ധപ്പെട്ട് അദ്ദേഹത്തിന്റെ മുത്തശ്ശി അദ്ദേഹത്തോട് പറഞ്ഞിട്ടുണ്ട് സവർക്കർ രാജ്യദ്രോഹിയാണ്, അല്ലെങ്കിൽ രാജ്യവുമായി ബന്ധപ്പെട്ട് ഈ സ്വാതന്ത്ര്യ സമരത്തിൽ പങ്കെടുത്തിട്ടില്ല എന്ന് അദ്ദേഹം പറഞ്ഞിട്ടുണ്ടെന്ന് രാഹുൽ ഗാന്ധി തന്നെ വെളിപ്പെടുത്തിയിട്ടുണ്ട്. നിങ്ങൾ താങ്കൾ കേട്ടിട്ടില്ല? പിന്നെ ഇതുമായി ബന്ധപ്പെട്ട് ഇങ്ങനെ അങ്ങ് വിശാലമായി വെള്ള പൂശി പോകുമ്പോൾ, അല്ലെങ്കിൽ ഈ പറയുന്ന വിഭജനവുമായൊക്കെ ബന്ധപ്പെട്ട് വെള്ള പൂശി പോകുമ്പോൾ, ഈ രാജ്യത്ത് സ്വാതന്ത്ര്യം നേടുന്ന പാർട്ടി എന്ന് പറയുന്നത് ഇന്ത്യൻ നാഷണൽ കോൺഗ്രസ് ആണ്. ഈ രാജ്യത്തിന് ഭരണഘടന ഉണ്ടാക്കി കൊടുത്ത പാർട്ടിയുടെ പേര് ഇന്ത്യൻ നാഷണൽ കോൺഗ്രസ് എന്നാണ്. ഈ രാജ്യത്ത് ഇന്ന് കാണുന്ന എല്ലാ സൗഭാഗ്യങ്ങൾക്കും നേട്ടം നൽകുവാൻ വേണ്ടി ഈ രാജ്യത്തെ ഭരിച്ച പാർട്ടിയുടെ പേര് ഇന്ത്യൻ നാഷണൽ കോൺഗ്രസ് എന്നാണ്. അപ്പൊ അതൊന്നും കണ്ടിട്ടില്ല എന്ന് പറഞ്ഞ് മാനത്തു നിന്നും പൊട്ടി വീണ ഒരു രാജ്യമൊന്നുമല്ല ഗൗതം, അല്ലെങ്കിൽ ബാക്കിയുള്ളവരോട് എനിക്ക് പറയാനുള്ളത്. അങ്ങനെ ഒരു രാജ്യമല്ല ഇന്ത്യ. ഒരുപാട് പേർ ത്യാഗങ്ങളുണ്ട്.